മനസ്സും പ്രവാസവും എന്നതാണ് ഈ സെഷനിലെ വിഷയം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും എല്ലാ വീട്ടിലും ഒരു പ്രവാസി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പ്രവാസിയുടെ പ്രവാസത്തിൻ്റെ മനസ്സെന്താണെന്ന് നിത്യവും അനുഭവിക്കുന്നവരാണ്, അല്ലെങ്കിൽ അറിയുന്നവരാണ് നമ്മൾ. പക്ഷേ ഈ പ്രവാസിയുടെ മനസ്സ് അല്ലെങ്കിൽ പ്രവാസത്തിൻ്റെ മനസ്സ് എത്രത്തോളം നമ്മൾ സാഹിത്യങ്ങളിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഡയാസ്പൊറ എന്ന ഏറ്റവും പുതിയ ഒരു നോവൽ പ്രവാസം പശ്ചാത്തലമാക്കി, കുടിയേറ്റം പശ്ചാത്തലമാക്കി എഴുതിയ സുരേഷ് കുമാർ വിയും ഒരു പാകിസ്ഥാനിയുടെ കഥ എന്ന പേരിൽ ഗൾഫ് പ്രവാസം പശ്ചാത്തലമാക്കി എഴുതിയ നോവലിൻ്റെ കർത്താവായ മനോഹരൻ വി പേരകവുമാണ്. യഥാർത്ഥത്തിൽ മലയാള പ്രവാസത്തിൻ്റെ ചരിത്രം, നമ്മൾ പ്രവാസം എന്ന് പറയുന്നത് ജോലി തേടി മലയാളികൾ ഗൾഫ് നാടുകളിലേക്ക് പോയ കുടിയേറ്റത്തെക്കുറിച്ചാണ്. ആ യാത്രകളെ കുടിയേറ്റമെന്നോ പ്രവാസമെന്നോ വിളിക്കാമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ആ അർത്ഥത്തിൽ ഉള്ള സാധാരണഗതിയിൽ എക്സൈൽ പ്രവാസം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് മിക്കപ്പോഴും ആ പ്രവാസം എത്തുന്നില്ല. നമ്മൾ ഉപജീവനത്തിന് വേണ്ടി, ഒരു വരുമാനത്തിന് വേണ്ടി നടത്തുന്ന യാത്രകളാണ് ഇതൊക്കെയും. എങ്കിലും നാട് വിട്ട് പോകുന്നവർ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയുണ്ട്. ആ അവസ്ഥ മാനസികമായും ശാരീരികമായും അനുഭവിക്കുന്ന വേളകളാണ്, ഒറ്റപ്പെടലുകളാണ്, ഏകാന്തതയാണ്. സാഹിത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഇടക്കാലത്ത് ഞാൻ സൗദി അറേബ്യയിൽ ഏതാണ്ട് 10 വർഷത്തോളം മാധ്യമപ്രവർത്തകനായിരുന്നു. ആ സമയത്താണ് മലയാള ന്യൂസ് പത്രവും മാധ്യമത്തിൻ്റെയും മറ്റ് മലയാള പത്രങ്ങളുടെയും എഡിഷനുകളുമൊക്കെ ധാരാളമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നതും മലയാളികൾ താമസിക്കുന്ന ഗൾഫിലെ എല്ലാ മുക്കിലും മൂലകളിലും ഈ പത്രമാധ്യമങ്ങൾ എത്തിച്ചേരുന്നതും. ആ സമയത്ത് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ നിരീക്ഷിച്ചൊരു സംഭവം, ഗൾഫ് നാടുകളിൽ ജീവിക്കുന്ന മലയാളം എഴുതാനും വായിക്കാനും അറിയുന്ന ഓരോ മലയാളിയും എഴുത്തുകാരായിരുന്നു എന്നതാണ്. ഞങ്ങളുടെ പത്രം ഓഫീസിലെ ഫാക്സുകളിലും തപാലുകളിലും വന്നുകൊണ്ടിരുന്ന കഥകളും കവിതകളും ലേഖനങ്ങളും നോവലുകൾ വരെ അത്തരം അനുഭവങ്ങളുടെ എഴുത്തുണ്ട്. പക്ഷെ അതിൽ പലപ്പോഴും അവർ ഗൾഫ് മണലാരണ്യത്തിലിരുന്ന് നാടിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് പലരും എഴുതിയത്. അതേസമയം ആ നാട്ടിലുള്ള ആളുകളുമായുള്ള അനുഭവങ്ങൾ എഴുതിയവരുമുണ്ട്. ഇവരൊന്നും വലിയ രചനാശില്പമോ ക്രാഫ്റ്റോ ഇല്ലാത്ത, അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഒരു ശില്പഭംഗിയൊന്നും അറിയാത്തവർ അവർക്കറിയാവുന്ന ഭാഷയിൽ അറിയാവുന്ന രീതിയിൽ എഴുതിയെന്നുള്ളൂ. അതും പല തരത്തിൽ പല കോലങ്ങളിൽ അതൊക്കെ പുസ്തകങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വായനക്കാരുടെ കൈകളിൽ ഏറെയൊന്നും എത്തിയിട്ടില്ല. പിന്നീട് നമുക്കറിയാം, ഗൾഫ് അനുഭവങ്ങളുടെ ഒരു എഴുത്ത് വ്യാപകമാകുന്നതും ഗൾഫ് ജീവിതത്തെ നമ്മൾ സീരിയസ് ആയിട്ടും വൈകാരികമായും കാണാൻ ശ്രമിക്കുന്നതും കാണാൻ തുടങ്ങുന്നതും ബെന്യാമിൻ്റെ പ്രസിദ്ധമായ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോയ ആടുജീവിതം വരുന്നതോടുകൂടിയാണ്. അതിൻ്റെ ആമുഖമെന്നോണം ബെന്യാമിൻ പറയുന്ന ഒരു വാചകമുണ്ട്: നമ്മൾ അനുഭവിക്കാത്തതെല്ലാം കെട്ടുകഥകളാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംഭവം. ഗൾഫിലുള്ള അല്ലെങ്കിൽ നാട് വിട്ടു പോകുന്ന ഓരോ പ്രവാസിയും, പ്രവാസി എന്ന വാക്ക് തന്നെ നമ്മൾക്ക് സൗകര്യത്തിന് ഉപയോഗിക്കാം, ഓരോ പ്രവാസിയും ഓരോ കഥയാണ്. വിചിത്രമായ അനുഭവങ്ങളാണ് ഓരോ പ്രവാസിക്കുമുള്ളത്. പക്ഷേ അത് എത്രത്തോളം ആവിഷ്കരിക്കാൻ നമ്മുടെ എഴുത്തുകാർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ വിഷയമാണ്. നമ്മളിപ്പോൾ പ്രവാസിയുടെ മനസ്സ് ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത് മനോഹരൻ വി പേരകത്തിൻ്റെ ഒരു പാകിസ്ഥാനിയുടെ കഥ എന്ന നോവലിൻ്റെയും വി സുരേഷ് കുമാറിൻ്റെ ഡയാസ്പൊറ എന്ന നോവലിൻ്റെയും പശ്ചാത്തലത്തിന് രണ്ട് തരത്തിലുള്ള പ്രവാസമാണ് വായനക്കാരൻ അനുഭവിക്കുന്നത്. പാകിസ്ഥാനിയുടെ കഥ പറയുന്നത് ഗൾഫ് നാടുകളിലുള്ള ഒരു പ്രവാസിയുടെ കഥയാണ്. ആ പാകിസ്ഥാനി മുജീബ് എന്ന ആ പാകിസ്ഥാനിയുടെ മനസ്സ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്നോ കേരളത്തിൽ നിന്നോ കുടിയേറുന്ന ഏതൊരു പ്രവാസിയുടെയും മനസ്സ് പോലെ തന്നെയാണ്. പക്ഷേ ആ നോവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ കേരളത്തിൽ നിന്ന് പോകുന്ന ഇന്ത്യയിൽ നിന്ന് പോകുന്ന എല്ലാവർക്കും അവരുടെ കൂടെ ജോലി ചെയ്യുന്ന പലതരം ദേശീയതകളുള്ള സംസ്കാരങ്ങളുള്ള മനുഷ്യരുണ്ടാവും. അത്തരം നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാനിലെ മനുഷ്യരുടെ ജീവിതം, അവരുടെ അനുഭവങ്ങൾ, അവരുടെ വിചാരങ്ങൾ, അവരുടെ സംസ്കാരം,
അതൊക്കെ വായനക്കാരനെ പരിചയപ്പെടുത്തുന്നു എന്നതാണ് മനോഹരൻ വി പേരകത്തിൻ്റെ പാകിസ്ഥാനിയുടെ കഥ എന്ന നോവൽ പറയുന്നത്. തികച്ചും വ്യത്യസ്തമാണ് വി സുരേഷ് കുമാറിൻ്റെ ഡയാസ്പൊറ എന്ന നോവൽ പറയുന്നത്. ഏതാണ്ട് 1500-2000 വർഷം പഴക്കമുള്ള ജൂത കുടിയേറ്റം, കേരളത്തിലേക്കുള്ള ജൂത കുടിയേറ്റത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ അവർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന, വാഗ്ദത്ത ഭൂമിയായ ഇസ്രായേലിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു മാനസികവും സാംസ്കാരികവും സാമൂഹികവും ഒക്കെയായ ശാരീരികവും വരെ ആയിട്ടുള്ള പ്രശ്നങ്ങളെ വളരെ മനോഹരമായ രീതിയിൽ അനാവരണം ചെയ്യുന്ന, വായനക്കാരെ അനുഭവിപ്പിക്കുന്ന ഒരു നോവലാണ് സുരേഷ് കുമാറിൻ്റെ ഡയാസ്പൊറ എന്ന് പറയുന്നത്. അത് മറ്റൊരു പ്രവാസമാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള കുടിയേറ്റം. കാരണം രാജ്യമില്ലാത്ത, ശബ്ദമില്ലാത്ത ആളുകളായി ഒരു അന്യനാട്ടിൽ വന്ന് ജീവിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളോടും സംസ്കാരത്തോടും സാമൂഹികാവസ്ഥകളോടും ഇഴുകിച്ചേർന്ന് നൂറ്റാണ്ടുകളോളം ജീവിച്ചതിന് ശേഷം സ്വന്തം ഭൂമി എന്ന് അവർ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ദൈവം അവർക്കായി കരുതി വെച്ച ഭൂമി എന്ന് അവർ വിശ്വസിക്കുന്ന അവരുടെ വാഗ്ദത്ത ഭൂമിയായ ഇസ്രായേലിലേക്ക് പോകുമ്പോൾ പോകാൻ കഴിയാതെ ഇവിടെ അയാളുടെ ഓർമ്മകളും ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ജൈവിക സംഭവങ്ങളും ഇവിടെ ഉപേക്ഷിച്ച് പോകാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരു മനുഷ്യൻ്റെ, സ്ലോമോ മുത്ത എന്ന് പറയുന്ന സോളമൻ എന്ന് പറയുന്ന ഒരു ജൂതൻ്റെ ജീവിതമാണ് ആ നോവലിൽ പറയുന്നത്. ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നാട് വിട്ടു പോകുന്നവൻ എപ്പോഴും അനുഭവിക്കുന്ന ഒരു ഏകാന്തതയുണ്ട്. ഈ ഏകാന്തത എന്ന് പറയുന്നത് തന്നെയാണ്, ആ ഏകാന്തത ഒരു പ്രവാസിയുടെ മനസ്സും ശരീരവും ഒരുപോലെ അനുഭവിക്കുന്നുണ്ട്. പ്രശസ്തരായ സൈക്കോളജിസ്റ്റുകൾ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ ഒറ്റപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഏകാന്തത അവനെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുമ്പോൾ, അവൻ ചുറ്റിലുമുള്ള എല്ലാറ്റിലും മനുഷ്യനെ കാണാൻ ശ്രമിക്കുന്നു. ചുറ്റിലുള്ള എന്തിനേയും, അത് മൃഗമാകട്ടെ, ചെടിയാകട്ടെ, ജീവനില്ലാത്ത വസ്തുക്കളാകട്ടെ, എന്തിനേയും അവൻ ഹ്യൂമനിറ്റൈസ് ചെയ്യും. അതിനൊക്കെ അവൻ മാനവിക വൽക്കരിച്ചു കൊണ്ടിരിക്കും. മനുഷ്യനെ കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കും. പിന്നീട് അത്തരം വസ്തുവിനോടായിരിക്കും അയാൾ സംസാരിക്കുന്നതും ഇടപഴകുന്നതും, അയാളുടെ വേദനകൾ പങ്കുവെക്കുന്നതും അയാളുടെ വികാരങ്ങൾ പങ്കുവെക്കുന്നതുമൊക്കെ അത്തരം വസ്തുക്കളോട്, മൃഗങ്ങളോടായിരിക്കാം, മരങ്ങളോടായിരിക്കാം, ചെടികളോടായിരിക്കാം, ജീവനില്ലാത്ത ഏത് വസ്തുവിനോടുമാവും. അത് മനോഹരൻ വി പേരകത്തിൻ്റെ പാകിസ്ഥാനിയുടെ കഥയിൽ ഇത് നമ്മൾ ആടുജീവിതത്തിലും കണ്ടിട്ടുണ്ട്. ആടുജീവിതത്തിൽ നജീബ് സംസാരിക്കുന്നത് മുഴുവൻ ആടുകളോടും ഒട്ടകങ്ങളോടുമൊക്കെയാണ്. അതുപോലെ പാകിസ്ഥാനിയുടെ കഥയിൽ കേന്ദ്ര കഥാപാത്രമായ മുജീബ് ഒറ്റപ്പെടുമ്പോൾ കൂട്ടുകാരനോട് കുറച്ച് പൂച്ചകളെ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. കുറേ കാലം പൂച്ചകളോടാണ്. പിന്നീട് ഒരു കഴുത അയാളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ കഴുതയുമായിട്ടാണ് കുറേ കാലം. പിന്നീട് അയാൾ ഈ കഴുതയും പൂച്ചകളും ഒക്കെ പോയി കഴിഞ്ഞതിന് ശേഷം അയാളുടെ യാർഡിലുള്ള ടാർ വീപ്പകളോട് സംസാരിക്കുന്നുണ്ട്. അതേ സുരേഷ് കുമാറിൻ്റെ ഡയസ്പോറയിലാണെങ്കിലും സ്ലോമോ മുത്ത അയാളുടെ അവസാന കാലത്ത് എല്ലാവരിൽ നിന്നും അയാൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്തും അയാൾക്ക് പൂച്ചകളോട് അയാൾ സംവദിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സൈക്കോളജിസ്റ്റുകൾ കണ്ടെത്തിയ പഠനത്തിൽ പറയുന്നു, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഫിഗേഴ്സിനോട് വരെ ഇവർ സംവദിക്കും. അപ്പോൾ സ്ലോമോ മുത്തക്കും തോന്നുന്നുണ്ട് അയാളല്ലാത്ത ആരോ ഒന്ന് ആ വീട്ടിലുണ്ട് എന്നൊരു തോന്നൽ അയാൾക്ക് വരുന്നു. അപ്പോൾ ഈവൻ പാമ്പുകളോടും എലികളോടും പോലും ഇത്തരം ചങ്ങാത്തം, ഈ മാനസികാവസ്ഥ മൂർച്ഛിച്ചാണ് പലപ്പോഴും ഈ നജീബും മുജീബുമൊക്കെ, ആടുജീവിതത്തിലെ നജീബും പാകിസ്ഥാനികളിലെ മുജീബും ഒക്കെ മൃഗങ്ങളോട് രതിയിലേർപ്പെടുന്നവരെ ഒരു ഘട്ടം എത്തുന്നുണ്ട്. അപ്പം ഇതൊക്കെ പ്രവാസിയുടെ മനസ്സും ശരീരവും അനുഭവിക്കുന്ന ഏകാന്തതയുടെ, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകളാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ പ്രവാസിയുടെ മനസ്സ് ആവിഷ്കരിക്കുന്നതിൽ സാഹിത്യം എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്, എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് പരിശോധിക്കാം. അതേക്കുറിച്ച് മനോഹരൻ വി പേരകം ആദ്യം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കും. സുഹൃത്തുക്കളെ, ഞാൻ ബഹ്റിനിലേക്ക് പോകുന്നത് 1955 കാലഘട്ടത്തിലാണ്. അന്ന് പക്ഷേ നമ്മളൊക്കെ ഗൾഫിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ജോലി അന്വേഷിച്ചാണ്. അതായത് വാസ്തവത്തിൽ ഡയസ്പോറയൊന്നും മലയാളി അനുഭവിച്ചിട്ടില്ല. മലയാളി അനുഭവിക്കുന്നത് നമ്മുടെ ആ കാലഘട്ടത്തിലൊക്കെ ജീവിതം സ്വരുക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഈ സമീപകാലത്തും നമ്മൾ ഒരിക്കലും ഡയസ്പോറ എന്ന സംഭവം നമ്മൾ അനുഭവിച്ചിട്ടില്ല. പ്രവാസം എന്ന വാക്ക് തന്നെ
നമ്മൾ പറയുന്നത് ശരിയല്ല എന്ന്, ഡയസ്പോറയ്ക്ക് അനുബന്ധമായിട്ട് പറയുന്ന വാക്ക് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പോയിട്ടുള്ളത് കുടിയേറ്റമല്ല, നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ മുജീബിനെ കാണുന്നത്. ഏതാണ്ട് 92 കാലഘട്ടത്തിലാണ് ഈ പാകിസ്ഥാനിയുടെ കഥ എഴുതാൻ കാരണമായ മുജീബിനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വളരെ ശോചനീയമായ ജീവിതം കണ്ടപ്പോൾ പകർത്തണമെന്ന് തോന്നി. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഈ നോവലിൻ്റെ 1-ാം പാർട്ട് എഴുതി വെച്ചെങ്കിലും ഇതെനിക്ക് പുസ്തകമാക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ കാലഘട്ടത്തിൽ ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന എഴുത്തുകാർ, കരുണാകരൻ, ടി വി കൊച്ചുബാബു പോലെയുള്ള എഴുത്തുകാർ എഴുതിയിരുന്നത് പ്രവാസത്തെക്കുറിച്ചൊന്നുമല്ല, നാട്ടിലെ ജീവിതമാണ്. പലരും അത് ഗ്രഹാതുരമായ ഒരവസ്ഥയിൽ നാട്ടിലെ ജീവിതം എഴുതുമ്പോൾ ഈ നോവൽ ഞാൻ എന്തിന് എഴുതണം എന്നൊരു ചിന്തയാണ് എഴുതിയെങ്കിൽ അത് പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാഞ്ഞതും കഴിയാഞ്ഞതും. പിന്നീടാണ് നമ്മുടെ പ്രശസ്തനായ ബെന്യാമിനൊക്കെ ആ കാലഘട്ടത്തിൽ ഈ 2008 നോവൽ എഴുതുന്നത്. അപ്പോഴാണ് ഇങ്ങനെയും ഒരു സ്പേസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ആ സമീപകാലത്ത് എഴുതിയാൽ ഈ നോവൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടില്ല എന്ന് വിചാരിച്ച് ഞാൻ അതിനെ മറന്ന പോലെ വെച്ചു. പിന്നീടാണ് ഈ നോവൽ ഈ 2010 ശേഷമാണ് ഞാൻ ഈ നോവൽ വീണ്ടും എഴുതാൻ തുടങ്ങിയത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് എനിക്ക് പെഷവാറിൽ പോകാനുള്ളൊരു ഭാഗ്യമുണ്ടായത്. 3 മാസത്തോളം അവിടെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു. ആ അനുഭവം ഇതിൻ്റെ പരിസരങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ 3 മാസക്കാലവും ഞാൻ പെഷവാർ ശരിക്കും അലയുകയായിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും ഈ നോവൽ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പ്രവാസത്തിൻ്റെ മറ്റൊരു മുഖമാണ് ഡയാസ്പൊറ എന്ന നോവലിൽ സുരേഷ് കുമാർ വി അവതരിപ്പിക്കുന്നത്. ആ നോവൽ എഴുതാനുണ്ടായ ഒരു സാഹചര്യം, ഒരു പശ്ചാത്തലമൊക്കെ പറയുന്നത് നന്നായിരിക്കും. അത് ആ സ്ലോമോ മുത്ത എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രത്തിൻ്റെ മനസ്സിലൂടെ വളരെ വൈകാരികമായ രീതിയിൽ തന്നെ സഞ്ചരിക്കാൻ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിൽ ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. കഴിഞ്ഞ വർഷം KLF-നൊക്കെ വന്നപ്പോൾ അപ്പുറത്ത് അവിടെ ഇരുന്ന് ഓരോ സെഷൻസ് കാണുകയായിരുന്നു. ഡയാസ്പൊറ എന്ന നോവൽ ഇപ്പോൾ സാദിഖ് പറഞ്ഞതുപോലെ ഒരു മട്ടാഞ്ചേരി ജൂതൻ്റെ കഥയാണ്. ഡയാസ്പൊറ എന്ന വാക്ക് നമ്മൾ തിരിഞ്ഞു ചെല്ലുമ്പം അതൊരു സ്കാറ്റേഡ് ഓഫ് എന്ന് പറയുന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ്. അതായത് ചിതറിത്തെറിച്ചു പോയവർ എന്ന അർത്ഥം വരുന്ന വാക്ക്. ഈ പുസ്തകവും അതുതന്നെയാണ് പറയുന്നത്. അതായത് ഒരു സവിശേഷ സമൂഹം മട്ടാഞ്ചേരിയിൽ താമസിച്ചിരുന്നു. അവർ കുറേശ്ശെയായി ഈ നാട്ടിൽ നിന്ന് മടങ്ങിപ്പോയതിന് ശേഷം ഈ ജൂതത്തെരുവ് എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഏതോ ഒരു യൂറോപ്യൻ പീസ് പോലെ, അല്ലെങ്കിൽ ഒരു യൂറോപ്പിലെ ഒരു ചെറിയ ഒരു ഭൂമിക പോലെ നമുക്ക് തോന്നുന്നു. കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയുമില്ലാത്ത ഒരു സ്ഥലമാണ് ഈ ജൂതത്തെരുവെന്ന് പറയുന്നത്. അതിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെയോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. ആർക്കൊക്കെയോ എന്തൊക്കെയോ പറയാനുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ജൂതത്തെരുവിലെ പല റെസ്റ്റോറൻറ്റുകളിലും നമ്മൾ ചെന്നിരിക്കുമ്പോൾ ആ റെസ്റ്റോറൻറ്റ് പണ്ട് ഒരു വീടായിരുന്നു, ഒരു ജൂതൻ്റെ വീടായിരുന്നു. അത് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ട് എന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന പല ഫർണിച്ചറും അവരുടെ തന്നെയാണ്. അവിടെ ഇരുന്ന് നമ്മളൊരു കോഫി കുടിക്കുമ്പം എതിരെ ഒരാൾ വന്നിരിക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ടായിരുന്നു. ഇതൊക്കെയാണ് വാസ്തവത്തിൽ ഈ നോവലിൻ്റെ പിന്നിലുണ്ടായ കാരണമെന്ന് പറയുന്നത്. ഒരു സമുദായം അല്ലെങ്കിൽ ഒരു സമൂഹം നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇങ്ങനെ ഇല്ലാണ്ടേ ആയി പോകുന്നു അവിടുന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ എവിടെയൊക്കെയോ നമുക്ക് ചുറ്റുമുള്ള പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സമുദായങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ അല്ലെങ്കിൽ ഒരു ഗ്രാമം തന്നെ അല്ലെങ്കിൽ നഗരം തന്നെ ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു.
അതൊരു മുന്നറിയിപ്പ് പോലെയോ അല്ലെങ്കിൽ ഒരു താക്കീത് പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എനിക്ക് ജൂതൻ എന്ന ഈ ഒരു കഥാപാത്രം എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്നുള്ളതാണ്. അന്ന് ഞാൻ ഭോപ്പാൽ പോലുള്ള ഒരു സ്ഥലത്ത് ജോലിയെടുക്കുന്ന സമയമാണ്. ഏതാണ്ട് 80% എൻ്റെ ജീവിതത്തിൻ്റെ 80% പ്രവാസിയായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രകൾ ധാരാളം ചെയ്യുന്നതിനിടയ്ക്കാണ് ഈ കഥാപാത്രം എൻ്റെ മനസ്സിലേക്ക് എങ്ങനെയോ വന്ന് കൂടിയെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അതിനൊരു കാരണമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ സാദിക്ക് പോലും എന്നോട് ചോദിച്ചത് എന്ത് ബന്ധമാണ് ജൂതനും നിങ്ങളുമായിട്ട്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ബന്ധമാണ് നിങ്ങൾ ഇത്രയും അടുത്ത് പെരുമാറിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവരുമായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. എപ്പോഴൊക്കെ ഭോപ്പാലിൽ നിന്ന് തിരിച്ചു വരുമ്പോഴൊക്കെ ആദ്യം പോകുന്നത് ഈ ജൂതത്തെരുവിലേക്കായിരിക്കും. അവിടെ ഹോം സ്റ്റേയിൽ പോയി താമസിക്കും, അല്ലെങ്കിൽ അവിടുത്തെ വെളുപ്പാങ്കാലങ്ങൾ കാണും, അർദ്ധരാത്രികൾ കാണും, അവിടെയുള്ള മനുഷ്യരുമായി സംസാരിക്കുന്നു. അതിൽ ജൂതന്മാരും ഉണ്ടായിരുന്നു, അല്ലാത്തവരും ഉണ്ട്. ഇങ്ങനെ ധാരാളം ആൾക്കാരുമായി സംസാരിക്കാനുമൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും പറ്റി. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ഈ ഒരു സമുദായത്തോട്, ഈ ഒരു സവിശേഷ സമുദായത്തോട് വല്ലാത്തൊരു ഇഷ്ടം എങ്ങനെയൊക്കെയോ എനിക്ക് ഉണ്ടായി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡയാസ്പോറ എന്ന നോവൽ എഴുതുന്നത്. ഡയാസ്പോറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മനുഷ്യനുണ്ടായ കാലം മുതൽ പലായനം എന്ന് പറയുന്നത് നമ്മളെന്നും കേട്ടിട്ടുള്ളതാണ്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഒരു പക്ഷേ അത് എന്താ പറയുക, ഒരു വിക്ടിം ഡയാസ്പോറയുണ്ട്. അതായത് വളരെ ഫോഴ്സ്ഡായിട്ട് മറ്റൊരു ശക്തി, അധീന ശക്തി വന്നിട്ട് ഇവരെ അവിടുന്ന് ഓടിച്ചു വിടുന്നുണ്ടാവും. അല്ലെങ്കിൽ കൾച്ചറൽ ഡയാസ്പോറയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലേബർ ഡയാസ്പോറയാണ്. ധാരാളം ആൾക്കാർ ഗൾഫിലേക്ക് പോകുന്നത് ലേബർ ഡയാസ്പോറയുടെ ഭാഗമായിട്ടാണ്. ഡയാസ്പോറ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ മനുഷ്യരെല്ലാവരും ഒരു വിഭാഗം ഹോംലാൻഡിൽ നിന്ന് താമസിക്കുകയും അവിടെ അവരുടേതായ ഒരു ഹോംലാൻഡ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നതിനെയാണ് ഡയാസ്പോറ എന്ന് പറയുന്നത്. അവരൊരിക്കലും അവരുടെ സംസ്കാരം വിടുന്നില്ല, ആ പഴയ സംസ്കാരത്തിൽ തന്നെയായിരിക്കും. പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ ജൂതനിവിടെ വന്ന് താമസിച്ചപ്പോൾ അവർക്ക് ജൂത മലയാളം എന്നൊരു ഭാഷയുണ്ടായി. അതൊരു പ്രത്യേക ഭാഷയാണ്. അത് ഹീബ്രു ഭാഷയും മലയാള ഭാഷയും കൂടെ ചേർന്നുള്ള ഭാഷയായി. അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ടാവും എന്നല്ലാതെ അവരുടെ ഹോംലാൻഡിൽ തന്നെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഹോംലാൻഡിൻ്റെ സംസ്കാരത്തിൽ നിന്നുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഡയാസ്പോറ എന്ന് പറയുന്നത്. അതിപ്പം നമ്മുടെ ഗൾഫ് രാജ്യത്ത് പോകുന്ന മനുഷ്യരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു പ്രവാസമെന്ന് നമുക്ക് ഡയാസ്പോറയെ പറയാമെന്ന് എനിക്കറിയില്ല. കാരണം വാസം എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന ഇടം, പ്രവാസമെന്ന് പറഞ്ഞാൽ താൽക്കാലത്തേക്ക് പോകുന്ന ഇടം, വിപ്രവാസമെന്ന് പറയുന്നതാണ് വിദേശവാസം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രവാസം എന്നത് ഡയാസ്പോറ എന്ന വാക്കിനോട് ചേർത്ത് വെക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ, പ്രവാസി എന്ന മനുഷ്യൻ്റെ മനസ്സിൽ രണ്ട് മനുഷ്യരുണ്ട്. ഒരാൾ വീട്ടിലേക്ക് തിരിച്ചു നടക്കുന്നയാളും ഒരാൾ വീട്ടിൽ നിന്നും തിരിച്ചു നടക്കുന്നയാളുമാണ്. ഈ രണ്ട് പേര് തമ്മിലുള്ള ദ്വന്ദ്വ യുദ്ധമാണ് പ്രവാസിയുടെ മനസ്സ്. എന്നും എല്ലായ്പ്പോഴും അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ GDPയുടെ 30% എന്ന് പറയുന്നത് പ്രവാസിയുടെ ചോരയും നീരും തന്നെയാണ്. ഇന്ന് കേരളം ഈ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ അധ്വാനം തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെ കാണുന്നത് പോലെ തന്നെ വേണം ഒരു പ്രവാസിയെ കാണാനെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത്രയധികം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നവരാണ്. കാരണം അവിടെ ഇരിക്കുമ്പോഴും അവരുടെ മനസ്സ് മുഴുവനും എന്താ പറയുക, തിരിച്ചു വരാനുള്ള ആഗ്രഹമാണ്. തിരിച്ചു വന്നാലോ ഇപ്പോൾ 12 വർഷം കഴിഞ്ഞ് 12 വർഷം ഒരാൾ പ്രവാസിയായിരിക്കുമ്പം അയാൾ ചിലപ്പോൾ 6 മാസമായിരിക്കും അയാളുടെ കുടുംബത്തിൻ്റെ കൂടെ ഈ 12 വർഷത്തിന് താമസിക്കുന്നത്. ബാക്കി മുഴുവൻ അയാളുടെ ഗൾഫിലോ ഏത് സ്ഥലത്താണോ അവിടെയാണ് അയാൾ താമസിക്കുക. അപ്പോൾ നമസ്കരിക്കേണ്ട ഒരു വ്യക്തിയാണ്. കാരണം എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോഴും പറയും മഹാദുഃഖങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ് എന്ന് പറയാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പറയാവുന്നതാണ് മലയാളിയെ സംബന്ധിച്ചുള്ള മഹാദുഃഖങ്ങളിൽ ഒന്നാണ് പ്രവാസ ദുഃഖവും, യാതൊരു സംശയവുമില്ല. എനിക്കതാണ് പറയാനുള്ളത്. താങ്ക് യു.
മനോഹരൻ ദീർഘകാലം ഗൾഫിൽ പ്രവാസ ജീവിതം നയിച്ച ഒരു വ്യക്തി കൂടിയാണ്. ആ രീതിയിൽ നമ്മൾ പ്രവാസിയുടെ മനസ്സ് ചർച്ച ചെയ്യുമ്പോൾ ആദ്യ കാലങ്ങളിലെ പോലെ ഈ ലോകം നമ്മുടെ വിരൽത്തുമ്പിലെത്തി നിൽക്കുന്ന ഈ കാലത്ത് പ്രവാസി മാനസികമായോ ശാരീരികമായോ അത്തരം ഒറ്റപ്പെടലുകളും ഏകാന്തതയുടെ വേദനകളും അനുഭവിക്കുന്നുണ്ടോ? ആ ഒരു കാര്യം നിരീക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ, ഞാൻ പോയ കാലഘട്ടത്തിൽ ഈ വീടുമായിട്ടൊരു ബന്ധമില്ലാത്ത കാലഘട്ടമാണ്. ഇന്നാണ് ഇന്നൊരു പ്രവാസിയാണെന്ന് തോന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് നമുക്ക് വീഡിയോ കോൾ ചെയ്യാം, ഏത് സമയത്തും വിളിക്കാം. പക്ഷേ ആ കാലഘട്ടത്തിൽ, എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ചെയ്തിരുന്നത് 5 വർഷം വീട്ടിലേക്ക് എഴുത്തുകൊണ്ട് ആളുകളുമായി ബന്ധപ്പെടുക, വീടുമായി ബന്ധപ്പെടുക, ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ലേബർ ഡയസ്പോറ അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു വായനക്കാരൻ എന്ന നിലയിൽ കൂടി ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുക. അതായത് ഇപ്പം ഈ മലയാളികളുടെ ഗൾഫ് കുടിയേറ്റത്തിന് തന്നെ പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ അമ്മാർ കീഴ്വറമ്പ് എന്നൊരു മാധ്യമപ്രവർത്തകൻ എഴുതിയൊരു നോവലുണ്ട്. അതിൻ്റെ ശില്പഭംഗിയും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ തന്നെ അതിലൊക്കെ അദ്ദേഹം ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു ആദ്യകാല പ്രവാസ ജീവിതമുണ്ട്. കാരണം ഈ കള്ളലോഞ്ച് കയറിയും ഒക്കെ കടൽ യാത്രകൾ ചെയ്ത് ഗൾഫിലേക്ക് പോയ അസ്തമിച്ചു പോയ കുറേ ജീവിതങ്ങളുണ്ട്. ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഷിയാബുദ്ദീൻ പൊയ്ത്തുംകടവ് പറയുന്നുണ്ട്, മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞ് എന്നൊരു ഗ്രാമത്തിൽ നിന്ന് ഏതാണ്ട് 64 പേര് ഒന്നിച്ച് യാത്ര പോയവർ തിരിച്ചു വന്നിട്ടേ ഇല്ല. അവരെക്കുറിച്ച് ഇപ്പോഴും യാതൊരു വിവരവുമില്ല. അത്തരം കഠിനമായ പദങ്ങൾ താണ്ടിയാണ് അക്കാലത്ത് ജീവിതം നെയ്ത്, ഇവരൊക്കെ ജീവിക്കാൻ വേണ്ടി പോയവരാണ്. അങ്ങനെ ജീവിതം തേടിപ്പോയ മലയാളിയുടെ ആ കുടിയേറ്റ ശ്രമങ്ങളെ നമ്മുടെ എഴുത്തുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റുകളിൽ എത്രമാത്രം ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്? പ്രവാസ സാഹിത്യം എന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രമാണ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് നാളായിട്ട് പ്രവാസ ദുഃഖവും പ്രവാസത്തിൻ്റെ പ്രതിസന്ധികളും സ്വത്വ പ്രതിസന്ധികളുമൊക്കെ വിഷയമായിട്ടുള്ള ഒരുപാട് കൃതികൾ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ ജൂത കഥകൾ നമ്മൾ പറഞ്ഞു വരുമ്പം അസൂറിയൻ കാലഘട്ടത്തിലൊക്കെ അന്നത്തെ കൃതികളിൽ ഹോംലാൻഡിലുള്ളവരും അല്ലെങ്കിൽ അവിടുന്ന് ചിതറിത്തെറിച്ചു പോയവരും ഒരുപോലെ നല്ല കൃതികൾ എഴുതിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ചരിത്രം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ രീതിയിൽ നോക്കുമ്പോൾ മലയാളിയുടെ ഏറ്റവും കൂടുതൽ, അതായത് ഇന്ത്യൻ ഡയാസ്പോറയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡയാസ്പോറ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഡയാസ്പോറ മലയാളി ഡയാസ്പോറ തന്നെയാണ്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് കൃതികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മൂന്തേട്ടൻ്റെ പ്രവാസമുണ്ട്, അങ്ങനെ കുറച്ച്, ഇപ്പം പാകിസ്ഥാനി കഥ, ആ നദിയോട് ചോദിക്കരുത്, അങ്ങനെ കുറച്ച് പ്രശസ്തമായ കൃതികളുണ്ട്. എന്നല്ല കുറച്ചുകൂടെ കൂടുതൽ കൃതികൾ ഇതിനകത്ത് വരേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാദുഃഖങ്ങളിലൊന്ന് എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചോളം പ്രവാസ ദുഃഖം തന്നെയാണ്. കാരണം ഒരു കുട്ടി 12ാം ക്ലാസ് അല്ലെ ഡിഗ്രിയൊക്കെ ആകുമ്പോഴത്തേക്കിനും അവൻ സ്വയം സമ്മതിക്കുകയാണ് അവൻ്റെ വീടും നാടും പെരുന്നാളും ഉത്സവവും എല്ലാം വിട്ട് അവൻ തിരിച്ചു പോകേണ്ട സമയമായിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് വളരുന്നതാണ് നമ്മുടെ സംസ്കാരം തന്നെ. അതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ചുകൂടെ കൂടുതൽ കൃതികൾ ഇതിലുണ്ടാവണമെന്നാണ് എൻ്റെ പക്ഷം. ഇനി സദസ്സിലിരിക്കുന്നവർക്ക് ഈ രണ്ട് എഴുത്തുകാരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ്. പ്രവാസ ജീവിതത്തിൻ്റെ ദുഃഖം എന്ന വാക്ക് താങ്കൾ ഉപയോഗിക്കുകയുണ്ടായി. ഈ ഒരു നോവലിൻ്റെ രചനാവേളയിൽ ഇതിന് മുൻപുണ്ടായിട്ടുള്ള പ്രവാസ ജീവിത കൃതികൾ, അത് കേരളത്തിലുണ്ടായിട്ടുള്ളത്, വിദേശ ഭാഷകളിലുണ്ടായിട്ടുള്ളത്, അതൊക്കെ മനസ്സിൽ വരികയും അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ആവർത്തനമോ അതിൻ്റെ ഒരു പരിസര പ്രദേശത്തിൻ്റെ തിരിച്ചുവരവോ ഇല്ലാത്ത രീതിയിൽ ഇതിനെ സ്വതന്ത്രമായിട്ടുള്ള ഒന്നായിട്ട് നിലനിർത്തണം എന്നുള്ള ഒരു ആന്തരിക വിചാരം എഴുത്തിൻ്റെ വേളയിലുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. മറ്റ് കൃതികളിൽ പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും
എൻ്റെ നോവലിൽ ഉണ്ടാവരുതെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ 80% പ്രവാസം ആയിരുന്നു എൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് ഒരു ജൂതൻ്റെ ജീവിതം കാണാനാണ് ഞാൻ ശ്രമിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പക്ഷേ ഈ സോളമൻ ഹലീഗ എന്ന് പറയുന്ന ഈ മനുഷ്യനിൽ ഞാൻ എവിടെയൊക്കെയോ ഞാനും ചെന്ന് ലയിച്ചു ചേരുന്നുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് എത്രയും സിറ്റുവേഷൻസ് മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഒരു വ്യത്യസ്തത പുലർത്താനാണ് ഞാൻ ശ്രമിച്ചത്. അത് എത്രമാത്രം വിജയിച്ചു എന്നറിയില്ല, പക്ഷെ അതിന് എൻ്റെ മനസ്സിലെപ്പോഴും ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു. എഴുതുമ്പോഴൊക്കെ അതുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ സുരേഷ് കുമാറിനോട് ഒരു അനുബന്ധ വാക്ക്, അതായത് ഡയസ്പോറ സാഹിത്യം ഇപ്പം മലയാളത്തിൽ ധാരാളം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഹരിത സാവിത്രിയുടെ സിൻ, റഷീദ് പാറക്കലിൻ്റെ ഒരു നോവല്, അങ്ങനെ ഒരുപാട് നോവലുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്ത്യൻ സാഹിത്യത്തിൽ അത് ഗംഭീരമാണ്. കാരണം സൽമാൻ റഷ്ദി, ഗീതാഞ്ജലി മിശ്ര, അങ്ങനെ ഒരുപാട്, ഇപ്പോൾ സമീപകാലത്ത് രഘു എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ്റെ നോവൽ, അതങ്ങനെ ഒരുപാട് നോവലുകൾ ഇന്ത്യൻ സാഹിത്യത്തിൽ വരുന്നുണ്ട്. ലോക സാഹിത്യത്തിൽ അത് ഗംഭീരമാണ്. നമ്മളെ മലയാളത്തിൽ പക്ഷേ പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടും വളരെ കുറച്ച് വിരലിലുണ്ടാവുന്ന കൃതികൾ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ചോദിച്ച ചോദ്യം, ദിനേഷ് ചോദിച്ച ചോദ്യം, ആവേദന ധാരാളമുണ്ട്. കാരണം എനിക്ക് ആടുജീവിതം വന്നതിന് ശേഷം ഈ പാകിസ്ഥാനിയുടെ നോവൽ വരുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാവണമെന്നും അതിനോട് യാതൊരു ബന്ധം ഇല്ലാതിരിക്കണമെന്നും, ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തീഷ്ണത, ഒറ്റപ്പെടൽ, ഏകാന്തത, അത് മരുഭൂമിയുടെ സ്വഭാവങ്ങൾ, അതൊക്കെ വരണമെന്നും നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് വേണ്ടതിലേറെ ശ്രദ്ധിച്ചാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. 8 പ്രാവശ്യം അത് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ പാകിസ്ഥാനി കഥ എന്ന് പറയുന്ന ആ നോവലിൽ തന്നെ മുജീബ് ഗൾഫിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഞടുക്കിക്കളഞ്ഞ ഒരു സെൻറ്റൻസ് ഉണ്ട്. അവിടെയുള്ള എല്ലാ എഞ്ചിനുകളും ശബ്ദിക്കാൻ തുടങ്ങി. ലോകത്തിലുള്ള സർവ്വ എഞ്ചിനുകളും ആ സമയത്ത് ശബ്ദിക്കാൻ തുടങ്ങിയെന്നാണ് മനോഹരൻ എഴുതിയിരുന്നത്. അത് സത്യം പറഞ്ഞാൽ അതൊരു പ്രവാസിക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. മറ്റൊരാൾക്ക്, നമുക്കൊരു പക്ഷേ നാട്ടിലുള്ളയാൾക്ക് ഒരു പക്ഷേ അത് മനസ്സിലാവണമെന്നില്ല. മറ്റൊരു സ്ഥലത്ത് ചെന്നിട്ട് വേരുകളെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് മറ്റൊരിടത്ത് ചെന്ന് വീണ്ടും വേരുകൾ പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ സമയമെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വല്ലാത്ത ദുര്യോഗമാണ്, വല്ലാത്ത കടുത്ത പ്രതിസന്ധി അനുഭവിക്കുന്ന സമയമാണ്. അത് വളരെ ഭംഗിയായിട്ട് മനോഹരൻ്റെ പുസ്തകത്തിൽ കാണാം. നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. മലയാളിയുടെ പ്രവാസം അല്ലെങ്കിൽ കുടിയേറ്റം വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗൾഫ് കുടിയേറ്റത്തെക്കാൾ ഉപരി വിദ്യാഭ്യാസ ആവശ്യത്തിന് പുതിയ തലമുറ വലിയ തോതിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പം നേരത്തെ ജോലി ആവശ്യാർത്ഥം പോയിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാഭ്യാസ ആവശ്യാർത്ഥം തന്നെ പുതിയ തലമുറ ഇങ്ങനെ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പുതിയ പ്രവാസ രചനകളും പുതിയ അനുഭവങ്ങളൊക്കെ മലയാളികൾക്ക് ഇനിയും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നന്ദി.